സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഒഴികെയുള്ള മറ്റ് 4 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ആവശ്യമായ മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചതായി മന്ത്രി കെ രാജൻ പറഞ്ഞു. നിലനിൽക്കുന്ന ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീനപരമായിട്ട് ഇന്ന് വൈകുന്നേരവും നാളെയും ശക്തമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് IMDയുടെ നിരീക്ഷണങ്ങളിൽ കാണുന്നത്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഇന്നേക്ക് മാത്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശബരിമലയിൽ അതിതീവ്രമായ മഴയില്ല, അതിഭീകരമായ മഴയില്ല. പക്ഷേ ഇന്ന് രാത്രിയും നാളെ രാവിലെയും മഴയുടെ നല്ല സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ നല്ലതുപോലെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ, കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രൻ, പത്തനംതിട്ടയിൽ നിന്ന് ശ്രീകുമാരൻ, ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ, ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് എന്നിവർ തത്സമയ വിവരങ്ങളുമായി. ആദ്യം തിരുവനന്തപുരത്തേക്ക്. ഉമേഷ്, തിരുവനന്തപുരത്ത് ഓറഞ്ച് അലേർട്ടാണ്. നിലവിൽ അവിടെ മഴയുണ്ട് എന്ന് തോന്നുന്നു. കഴിഞ്ഞ കുറച്ച് സമയം മുൻപൊക്കെ നല്ല മഴ കണ്ടിരുന്നു. നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് മഴയില്ല. മഴ കാർമേഘങ്ങളുള്ള അന്തരീക്ഷമാണ്. പക്ഷേ മഴ പെയ്തു തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ അല്പസമയം മുൻപ് വരെ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. എന്തായാലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ 3 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി അടിയന്തര യോഗം ചേർന്നു. റവന്യൂ മന്ത്രി കെ രാജൻ്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. അടിയന്തര നിർദ്ദേശങ്ങൾ വിവിധ ജില്ലകൾക്ക്, പ്രത്യേകിച്ച് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾക്ക് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാരണം പത്തനംതിട്ട നാളെ ഓറഞ്ച് അലേർട്ടാണ്. ഇന്ന് റെഡ് അലേർട്ട്, നാളെ ഓറഞ്ച് അലേർട്ടുമാണ്. പത്തനംതിട്ടയിൽ ജില്ലാ ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ യോഗം ചേരാനും നിർദ്ദേശം നൽകി. ശബരിമല തീർത്ഥാടകർക്കടക്കം പ്രത്യേകം മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇന്ന് എന്തായാലും 3 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലേർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 24 മണിക്കൂറിൽ 204 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കാനാണ് സാധ്യത. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 115 മില്ലിമീറ്ററിനും 204 മില്ലിമീറ്ററിനും ഇടയിൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. നാളെ 3 ജില്ലകളിലാണ്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കോ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൂടാതെ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ ഉച്ചവരെ ഈ റെഡ് അലേർട്ടോ ഓറഞ്ച് അലേർട്ടോ പ്രഖ്യാപിച്ച ജില്ലകളിലെല്ലാം മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീനം കുറഞ്ഞു തുടങ്ങുമെന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മഴയും കുറഞ്ഞു തുടങ്ങും. മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷദ്വീപ് ഭാഗത്തേക്കുള്ള മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനുജ, അതാണ്. ഇനി കൊച്ചിയിലേക്കാണ്. അമൽ സുരേന്ദ്രനുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അമൽ, എറണാകുളത്ത് റെഡ് അലേർട്ടാണ്. ഇന്ന് രാവിലെയൊക്കെ പലയിടങ്ങളിലും മഴയുണ്ടായിരുന്നു ജില്ലയിൽ. നിലവിലെ അവസ്ഥ എങ്ങനെയാണ്? അനുജ, ഇപ്പോൾ എറണാകുളത്തെ സ്ഥിതി എന്ന് പറയുന്നത് മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. എറണാകുളം നഗരത്തിൽ കാര്യമായിട്ടുള്ള മഴ പെയ്തിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴ എറണാകുളം നഗരത്തിലാകെ പെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ കാണേണ്ടതാണ് എറണാകുളത്തിന്റെ തീരപ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള തിരമാലകൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് കേരള തീരത്ത് നിന്നും ലക്ഷദ്വീപ് തീരത്ത് നിന്നുമുള്ള മത്സ്യബന്ധന തൊഴിലാളികളോട് ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. എറണാകുളത്തിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനർത്ഥം 24 മണിക്കൂറിനുള്ളിൽ 204 മില്ലിമീറ്റർ മഴ പെയ്യാനുള്ള സാഹചര്യമുണ്ട് എന്നാണ്. നമുക്കറിയാവുന്ന സാഹചര്യം വെച്ച് ഇപ്പോൾ ശബരിമല സീസണാണ്. അതിന്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള യാത്രകൾ കേരളത്തിന് പുറത്തു നിന്നും സംസ്ഥാനത്തിന് തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് പത്തനംതിട്ട ജില്ലയിൽ കൂടി റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ വരെ ഓറഞ്ച് അലേർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത്. എറണാകുളം ജില്ലയ്ക്ക് പുറമെ മറ്റ് ജില്ലകളിലും മഴ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ശക്തമായ മഴ എറണാകുളം ജില്ലയിലും ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഉണ്ടാകുമെന്നാണ് ഇതിനോടകം നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുവരെ ശക്തമായ മഴയൊന്നും ഉണ്ടായിട്ടില്ല. എറണാകുളത്തെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചെറിയ രീതിയിലുള്ള മഴ ഉണ്ടായി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എറണാകുളം നഗരത്തിൽ ഇപ്പോൾ ചെറിയ തോതിലുള്ള ചാറ്റൽ മഴ മാത്രമാണുള്ളത്. അനുജ, ഇനി ഇടുക്കിയിലേക്ക് രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി. രാഹുൽ, ഇടുക്കിയിലും റെഡ് അലേർട്ടാണ്. നിലവിൽ എങ്ങനെയാണ്, മഴയുണ്ടോ?
അനുജ, റെഡ് അലർട്ടിന് സമാനമായ ഒരു തരത്തിലുള്ള കാലാവസ്ഥയും ഇടുക്കിയിലില്ല എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഏലപ്പാറ, വാഗമൺ, അതുപോലെ തന്നെ പീരുമേട്, പിന്നെ മൂന്നാർ, രാജാക്കാട് ഈ പ്രദേശങ്ങളിലൊക്കെ ചെറിയ ചാറ്റൽ മഴയുണ്ട്. അല്ലാത്ത പക്ഷം പൊതുവെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്, മൂടിക്കെട്ടി നിൽക്കുകയാണ്. പക്ഷേ ഒരു തരത്തിലുള്ള മഴ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇടുക്കി ജില്ലയിലില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഏതെങ്കിലും വിധേന മഴ ശക്തമാവുകയാണെങ്കിൽ മഴ ശക്തിപ്പെട്ടതിന് ശേഷമുള്ള എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. സ്കൂളുകൾക്കൊക്കെ ഇന്ന് പ്രവൃത്തി ദിവസമാണ്. ഉച്ചയോടുകൂടിയാണ്, ഉച്ചയ്ക്ക് വന്ന അലർട്ടിലാണ് റെഡ് അലർട്ട് ആക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെ സ്കൂളുകളൊക്കെ എപ്പോഴും പ്രവർത്തിക്കുകയാണ്. നാളെ ഏതെങ്കിലും വിധേന അവധികളുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ എന്തായാലും തീരുമാനമായിട്ടില്ല എന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള ആശങ്കയും മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില പ്രദേശങ്ങളിൽ ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് ഉള്ളത് താനും. അതാണ്, ഇടുക്കിയിൽ നിലവിൽ മഴയുടെ ഒരു സാഹചര്യമില്ല. അവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷേ ചിലയിടങ്ങളിൽ ചാറ്റൽ മഴയുണ്ട് എന്നുള്ളതൊഴിച്ചാൽ ശക്തമായ മഴ ഇതുവരെ എങ്ങു നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് രാഹുൽ വിജയൻ നൽകിയ വിവരം.